അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം, അതിലെ 9ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആദ്യം പാഠം ഒന്ന് വായിച്ചു നോക്കാം. അൽ വഹദത്തു താസിയ, 9ാമത്തെ പാഠം. ഹാദ വഖ്തുൽ അംബിയാ മിൻ ഖബ്ലിക്. അപ്പൊ ഈ പാഠത്തിൽ എന്താണ് പഠിക്കുന്നത് അതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കഅബയുടെ അടുത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസലാം എനിക്ക് 2 തവണ ഇമാമായി നിസ്കരിച്ചു. ആദ്യ തവണ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞ സമയത്ത് ഇശാ നിസ്കരിച്ചു. നോമ്പുകാരന് ഭക്ഷണം ഹറാമാകുന്ന സമയത്ത് സുബ്ഹ് നിസ്കരിച്ചു. പിറ്റേ ദിവസം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകാറായ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിന്റെ നിഴൽ 2 മടങ്ങായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. രാത്രിയുടെ 1/3 സമയത്ത് ഇശാ നിസ്കരിച്ചു. നേരം പുലരാറായ സമയത്ത് സുബ്ഹും നിസ്കരിച്ചു. ജിബ്രീൽ അലൈഹിസലാം പറഞ്ഞു, നബിയെ, ഇത് മുൻകഴിഞ്ഞ നബിമാരുടെ നിസ്കാര സമയമാണ്. ഈ 2 സമയങ്ങൾക്കിടയിലുള്ളതാണ് നിസ്കാര സമയം. ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി നോക്കൂ, താഴെ നമുക്ക് നിസ്കാര സമയം കൊടുത്തിട്ടുണ്ട്. 5 വക്ത് നിസ്കാരത്തിന്റെ സമയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ളുഹർ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ മധ്യാഹ്ന നിഴലിന് പുറമെ ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകുന്നതുവരെ. അസ്ർ ളുഹറിന്റെ അവസാന സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നതുവരെ. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ കടും ചുവപ്പ് മായുന്നതുവരെ. ഇഷാ മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞതു മുതൽ ഫജ്റു സ്വാദിഖ് വെളിവാകുന്നതുവരെ. സുബ്ഹ് ഫജ്റു സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നതുവരെ. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ. വല്ല കാരണവശാലും സമയം അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. അത്തരം നിസ്കാരം വഖത്തിന് മുമ്പാണെന്ന് പിന്നീട് അറിഞ്ഞാൽ വീണ്ടും നിസ്കരിക്കണം. ഗവേഷണം നടത്താൻ സാധിച്ചില്ലെങ്കിൽ വഖത്തിന്റെ പവിത്രതയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും വേണം. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു. അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണെന്ന് അവിടുന്ന് പറഞ്ഞു. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ സുന്നത്താണ്. എന്നാൽ പൂർണ്ണമായി വഖ്തിൽ തന്നെ നിസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ പിന്തിക്കൽ ഹറാമാണ്. അറഫ ലഭിക്കാനും അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാനും നിസ്കാരം പിന്തിക്കേണ്ടി വന്നാൽ പിന്തിക്കൽ നിർബന്ധമാണ്. ഉണരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും സമയമായതിനു ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്താണ്. ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഹറാമാണ്. നിസ്കാരം പൂർണ്ണമായും വഖ്തിൽ തന്നെ ലഭിക്കാൻ ഫർളുകൾ മാത്രം ചെയ്ത് നിസ്കരിക്കൽ സുന്നത്തില്ല. സുബ്ഹ് നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നതുവരെയുള്ള സമയം. അസ്ർ നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ അസ്തമിക്കുന്നതുവരെയുള്ള സമയം. വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം എന്നീ സമയങ്ങളിൽ കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും നിർവഹിക്കൽ കുറ്റകരമാണ്. മേൽപ്പറഞ്ഞ സമയങ്ങളിൽ നിർവഹിക്കേണ്ട നിസ്കാരങ്ങളല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ ഒരു കാരണവുമില്ലാതെ ഈ സമയങ്ങളിലേക്ക് നീട്ടിവെക്കുന്നതും ഇതേ വിധിയാണ്. അവ ഖളാ ആയ ഫർള് നിസ്കാരങ്ങളാണെങ്കിൽ പോലും കുറ്റകരമാണ്. നിസ്കാരം സഹീഹാവുകയുമില്ല. അപ്പൊ ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നസിൽ, ചേരുംപടി ചേർക്കാനുള്ളതാണ്. ആദ്യം നമുക്കതൊന്ന് വായിച്ചു നോക്കാം. 1. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. 2. പൂർണ്ണമായി വഖ്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത വിധം നിസ്കാരം പിന്തിക്കൽ. 3. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. 4.
ഉണരുമെന്ന് ഉറപ്പുള്ളവന് സമയമായ ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ. ഇനി ഇപ്പുറത്ത് നോക്കൂ. എ വാജിബ്, ബി കറാഹത്ത്, സി സുന്നത്ത്, ഡി ഹറാം. ഓരോന്നിനും അനുയോജ്യമായ വിധികൾ കണ്ടെത്തിയിട്ട് അതിന്റെ ലെറ്ററാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. നോക്കൂ. ജമാഅത്ത് ലഭിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. അതിന് ശരിയായ ഓപ്ഷൻ സി സുന്നത്ത്. 2. പൂർണ്ണമായി വക്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത വിധം നിസ്കാരം പിന്തിക്കൽ. അതിന് വിധി ഡി ഹറാം. 3. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കൽ. അതിന് ശരിയായത് എ വാജിബ്. 4. ഉണരുമെന്ന് ഉറപ്പുള്ളവന് സമയമായ ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ. അതിന് ശരിയായത് ബി കറാഹത്ത്. സി ഡി എ ബി. ഇനി നോക്കൂ. തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുക്കമ്മിൽ. വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഡേഷ് നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് ഗവേഷണം. നിസ്കാര സമയം അറിയാൻ വഴിയില്ലെങ്കിൽ ഗവേഷണം നടത്തി സമയം മനസ്സിലാക്കി നിസ്കരിക്കണം. 2. മഗ്രിബ്. സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ ഡേഷ് മായുന്നത് വരെ. അവിടെ പൂരിപ്പിക്കേണ്ടത് കടും ചുവപ്പ്. മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ മേഘത്തിലെ കടും ചുവപ്പ് മായുന്നത് വരെ. 3. സുബ്ഹ്. ഡേഷ് വെളിവായതു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ഫജറു സ്വാദിഖ്. സുബ്ഹ് അൽ ഫജറു സ്വാദിഖ് വെളിവായതു മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. ഉത്തരം എഴുതാനുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏത്? ഉത്തരം. അല്ലാഹു തആലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. രണ്ടാമത്തെ ചോദ്യം. കാരണമില്ലാത്ത സുന്നത്ത് നിസ്കാരവും കാരണം പിന്തിയ സുന്നത്ത് നിസ്കാരവും കുറ്റകരമാണ്. എപ്പോൾ? ഉത്തരം. സുബ്ഹ് നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം, അസ്ർ നിസ്കരിച്ചതിനു ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം, വെള്ളിയാഴ്ചയല്ലാത്ത ദിവസങ്ങളിലെ മധ്യാഹ്ന സമയം എന്നീ സമയങ്ങൾ. മൂന്നാമത്തെ ചോദ്യം. നിസ്കരിക്കാതെ നിസ്കാര സമയമായ ശേഷം ഉറങ്ങുന്നതിന്റെ വിധിയെന്ത്? ഉത്തരം. ഉണരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും സമയമായതിനു ശേഷം നിസ്കരിക്കാതെ ഉറങ്ങൽ കറാഹത്തും ഉണരുമെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഹറാമുമാണ്. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നക്തുബ് മക്കാല. കുറിപ്പ് എഴുതാനുള്ളതാണ്. 1. നിസ്കാര സമയം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വിശദീകരണം. ആ പ്രവർത്തനം നോക്കൂ. കഅബയുടെ അടുത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇമാമായി 2 തവണ നിസ്കരിച്ചിരുന്നു. ആദ്യ തവണ സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പു തുറക്കുന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞ സമയത്ത് ഇശാ നിസ്കരിച്ചു. നോമ്പുകാരന് ഭക്ഷണം ഹറാമാകുന്ന സമയത്ത് സുബ്ഹ് നിസ്കരിച്ചു. പിറ്റേ ദിവസം ഒരു വസ്തുവിന്റെ നിഴൽ അതിനോളമാകാറായ സമയത്ത് ളുഹർ നിസ്കരിച്ചു. ഒരു വസ്തുവിന്റെ നിഴൽ 2 മടങ്ങായ സമയത്ത് അസ്ർ നിസ്കരിച്ചു. നോമ്പ് തുറന്ന സമയത്ത് മഗ്രിബ് നിസ്കരിച്ചു. രാത്രിയുടെ 1/3 സമയത്ത് ഇശാ നിസ്കരിച്ചു. നേരം പുലരാറായ സമയത്ത് സുബ്ഹും നിസ്കരിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇപ്രകാരം പറഞ്ഞു: നബിയെ, ഇത് മുൻകഴിഞ്ഞ നബിമാരുടെ നിസ്കാര സമയമാണ്. ഈ 2 സമയങ്ങൾക്കിടയിലുള്ളതാണ് നിസ്കാര സമയം. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. തദ്രീബാത്തിലെ 5ാമത്തെ പ്രവർത്തനം തഹ്സീസ്. അസൈൻമെന്റ് ചെയ്യാനുള്ളതാണ്. 1. കലണ്ടറിൽ നോക്കി ഈ മാസത്തെ നിസ്കാര സമയ പട്ടിക ഭംഗിയായി തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ശേഷം ഉസ്താദിന്റെ ഒപ്പ് രേഖപ്പെടുത്തി വീട്ടിലെ ചുമരിൽ തൂക്കിയിടുക. അപ്പൊ നമുക്ക് ആ പ്രവർത്തനം നോക്കാം. ഇവിടെ ഞാൻ ഓഗസ്റ്റ് 2026 ഒരു നിസ്കാര സമയമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 2026 സഫർ 1448. ആ മാസത്തിൽ തന്നെ നമുക്ക് റബിയുൽ അവലും വരുന്നുണ്ട്. നമുക്ക് ആ ടൈം ടേബിൾ ഒന്ന് നോക്കാം. ഡേ 1. സുബ്ഹ് 4:39 AM. ഉദയം 5:54 AM. ളുഹർ 12:16 PM. അസ്ർ
3:32 PM. മഗ്രിബ് 6:37 PM. ഇഷാ 7:52 PM. 2. സുബ്ഹ് 4:40 AM. ഉദയം 5:54 AM. ളുഹർ 12:16 PM. അസർ 3:31 PM. മഗ്രിബ് 6:36 PM. ഇഷാ 7:52 PM. 3. സുബ്ഹ് 4:40 AM. ഉദയം 5:54 AM. ളുഹർ 12:16 PM. അസർ 3:30 PM. മഗ്രിബ് 6:36 PM. ഇഷാ 7:51 PM. ഡേ 4. സുബ്ഹ് 4:40 AM. ഉദയം 5:54 AM. ളുഹർ 12:16 PM. അസർ 3:30 PM. മഗ്രിബ് 6:36 PM. ഇഷാ 7:51 PM. 5. സുബ്ഹ് 4:41 AM. ഉദയം 5:55 AM. ളുഹർ 12:15 PM. അസർ 3:29 PM. മഗ്രിബ് 6:35 PM. ഇഷാ 7:50 PM. 6. 4:41 AM. സുബ്ഹ് ഉദയം 5:55 AM. ളുഹർ 12:15 PM. അസർ 3:28 PM. മഗ്രിബ് 6:35 PM. ഇഷാ 7:50 PM. ഡേ 7. സുബ്ഹ് 4:41 AM. ഉദയം 5:55 AM. ളുഹർ 12:15 PM. അസർ 3:28 PM. മഗ്രിബ് 6:34 PM. ഇഷാ 7:49 PM. 8. 4:42 AM. സുബ്ഹ് ഉദയം 5:55 AM. ളുഹർ 12:15 PM. അസർ 3:27 PM. മഗ്രിബ് 6:34 PM. ഇഷാ 7:49 PM. 9. സുബ്ഹ് 4:42 AM. ഉദയം 5:55 AM. ളുഹർ 12:15 PM. അസർ 3:26 PM. മഗ്രിബ് 6:34 PM. ഇഷാ 7:48 PM. 10. സുബ്ഹ് 4:42 AM. ഉദയം 5:55 AM. ളുഹർ 12:15 PM. അസർ 3:25 PM. മഗ്രിബ് 6:33 PM. ഇഷാ 7:47 PM. ഡേ 11. സുബ്ഹ് 4:43 AM. ഉദയം 5:56 AM. ളുഹർ 12:15 PM. അസർ 3:24 PM. മഗ്രിബ് 6:33 PM. ഇഷാ 7:47 PM. 12. സുബ്ഹ് 4:43 AM. ഉദയം 5:56 AM. ളുഹർ 12:15 PM. അസർ 3:24 PM. മഗ്രിബ് 6:32 PM. ഇഷാ 7:46 PM. ഡേ 13. സുബ്ഹ് 4:43 AM. ഉദയം 5:56 AM. ളുഹർ 12:14 PM. അസർ 3:23 PM. മഗ്രിബ് 6:32 PM. ഇഷാ 7:46 PM. ഡേ 14. സുബ്ഹ് 4:43 AM. ഉദയം 5:56 AM. ളുഹർ 12:14 PM. അസർ 3:22 PM. മഗ്രിബ് 6:31 PM. ഇഷാ 7:45 PM. ഡേ 15. സുബ്ഹ് 4:44 AM. ഉദയം 5:56 AM. ളുഹർ 12:14 PM. അസർ 3:21 PM. മഗ്രിബ് 6:31 PM. ഇഷാ 7:44 PM. 16. സുബ്ഹ് 4:44 AM. ഉദയം 5:56 AM. ളുഹർ 12:14 PM. അസർ 3:20 PM. മഗ്രിബ് 6:30 PM. ഇഷാ 7:44 PM. 17. സുബ്ഹ് 4:44 AM. ഉദയം 5:56. ളുഹർ 12:14 PM. അസർ 3:19 PM. മഗ്രിബ് 6:30 PM. ഇഷാ 7:43 PM. ഇനി 18. സുബ്ഹ് 4:44 AM. ഉദയം 5:56 AM. ളുഹർ 12:13 PM. അസർ 3:19 PM. മഗ്രിബ് 6:29 PM. ഇഷാ 7:42 PM. ഡേ 19. സുബ്ഹ്
4:45 AM, ഉദയം 5:57 AM, ലുഹർ 12:13 PM, അസർ 3:19 PM, മഗ്രിബ് 6:29 PM, ഇഷ 7:42 PM. 20 സുബ്ഹ് 4:45 AM, ഉദയം 5:57 AM, ലുഹർ 12:13 PM, അസർ 3:19 PM, മഗ്രിബ് 6:28 PM, ഇഷ 7:41 PM. ഡേ 21 സുബ്ഹ് 4:45 AM, ഉദയം 5:57 AM, ലുഹർ 12:13 PM, അസർ 3:20 PM, മഗ്രിബ് 6:27 PM, ഇഷ 7:40 PM. 22 സുബ്ഹ് 4:45 AM, ഉദയം 5:57, ലുഹർ 12:12 PM, അസർ 3:20 PM, മഗ്രിബ് 6:27 PM, ഇഷ 7:40 PM. 23 സുബ്ഹ് 4:45 AM, ഉദയം 5:57 AM, ലുഹർ 12:12 PM, അസർ 3:20 PM, മഗ്രിബ് 6:26 PM, ഇഷ 7:39 PM. ഡേ 24 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:12 PM, അസർ 3:20 PM, മഗ്രിബ് 6:26 PM, ഇഷ 7:38 PM. ഡേ 25 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:12 PM, അസർ 3:21 PM, മഗ്രിബ് 6:25 PM, ഇഷ 7:37 PM. 26 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:11 PM, അസർ 3:21 PM, മഗ്രിബ് 6:24 PM, ഇഷ 7:37 PM. ഡേ 27 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:11 PM, അസർ 3:21 PM, മഗ്രിബ് 6:24 PM, ഇഷ 7:36 PM. ഡേ 28 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:11 PM, അസർ 3:21 PM, മഗ്രിബ് 6:23 PM, ഇഷ 7:35 PM. ഡേ 29 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:10 PM, അസർ 3:21 PM, മഗ്രിബ് 6:22 PM, ഇഷ 7:35 PM. 30 സുബ്ഹ് 4:46 AM, ഉദയം 5:57 AM, ലുഹർ 12:10, അസർ 3:21, മഗ്രിബ് 6:22, ഇഷ 7:34. ഡേ 31 സുബ്ഹ് 4:47 AM, ഉദയം 5:57 AM, ലുഹർ 12:10 PM, അസർ 3:21 PM, മഗ്രിബ് 6:21 PM, ഇഷ 7:33 PM. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു കലണ്ടർ അവിടെ തയ്യാറാക്കുക. തഹ്സീസ് അതിലെ രണ്ടാമത്തേത് ഫജറു സ്വാദിഖ് നിരീക്ഷിച്ച് അനുഭവം ക്ലാസ് റൂമിൽ വിവരിക്കുക. അപ്പം നിങ്ങൾ ആദ്യം എന്താണ് ഫജറു സ്വാദിഖ് അത് മനസ്സിലാക്കണം. ഫജറു സ്വാദിഖ് എന്നാൽ പുലരിയുടെയും സൂര്യോദയത്തിൻ്റെയും ഇടയിലുള്ള സമയമാണ്. ഫജറു സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയമാണ് സുബഹ് നിസ്കാരത്തിൻ്റെ സമയം. അപ്പം നിങ്ങൾ ഈ സമയത്തിൽ ഫജറു സ്വാദിഖ് നിരീക്ഷിച്ച് അനുഭവം നിങ്ങൾ ക്ലാസ് റൂമിൽ വിവരിക്കുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് വർക്കുകളും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.